രാഹുൽ ഗാന്ധിയുടെ വോട്ടിംഗ് ക്രമക്കേട് ആരോപണത്തെ പിന്തുണച്ച് സിപിഎം. രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ സ്ഫോടകാത്മകമെന്ന് സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബി പറഞ്ഞു. ബിജെപി ഭരണത്തിന്റെ അനുബന്ധത്തെ പോലെയാണ് കമ്മീഷൻ പെരുമാറുന്നത് എന്നും എം എ ബേബി കൂട്ടിച്ചേർത്തു. ഇന്ത്യ ബ്ലോക്കിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ഉന്നയിച്ചിട്ടുള്ള വളരെ സ്ഫോടകാത്മകമായ വെളിപ്പെടുത്തലുകളുണ്ട്. 6 മാസത്തോളം ഗവേഷണം നടത്തി കണ്ടുപിടിച്ച മുമ്പ് നടന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ ഗുരുതരമായ ക്രമക്കേടുകൾ അതിന്ന് പൊതുമണ്ഡലത്തിലുണ്ട്. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചതാണ്, ഞങ്ങൾ ഇന്ത്യ ബ്ലോക്ക് കൂട്ടായ്മയിൽപ്പെട്ടവർ ഡൽഹിയിൽ കഴിഞ്ഞ 7-ാം തീയതി ഒരു യോഗം ചേർന്നു. ഫറൂഖ് അബ്ദുള്ള മുതൽ DMKയുടെയും തൃണമൂൽ കോൺഗ്രസിൻ്റെയും ഇടതുപക്ഷ പാർട്ടികളുടെയൊക്കെ പ്രതിനിധികളുടെ മുമ്പിൽ ഇത് അവതരിപ്പിച്ചു. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പത്രങ്ങൾ മുഖപ്രസംഗങ്ങൾ എഴുതിയിരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിട്ടുള്ള ഗൃഹപാഠം ചെയ്ത് അവതരിപ്പിച്ചിട്ടുള്ള വളരെ ഗൗരവമുള്ള ചോദ്യങ്ങൾ, അതിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയണം. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് ഞങ്ങൾക്ക് ഇത് എഴുതിത്താ, ഒരു അഫിഡവിറ്റ് സത്യപ്രസ്താവനയായിട്ടതാ. അപ്പോൾ BJP ഭരണത്തിൻ്റെ ഒരു അനുബന്ധത്തെ പോലെയാണ് ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരണഘടനാ സ്ഥാപനം പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. നടരാജ് പരശുറാം തൃശ്ശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. നടരാജ്, ഈ വിഷയത്തെ എന്താണ് CPM എങ്ങനെ നേരിടാനാണ് ഉദ്ദേശിക്കുന്നത്? SIR ഏറ്റെടുക്കുന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടികളോട് ചർച്ച നടത്തണമായിരുന്നു എന്നാണ് എം എ ബേബി പറയുന്നത്. ബീഹാറിലെ വോട്ടർ പട്ടിക പുനർനിർണ്ണയത്തിൽ അത്ര കാര്യം ഉണ്ടായില്ല. ഉടനെ പത്രത്തിൽ നിന്നാണ് ഇക്കാര്യങ്ങൾ അറിഞ്ഞത്. അത് തന്നെ കമ്മീഷന് ദുർദ്ദേശമുണ്ട് എന്നതിന്റെ തെളിവാണെന്ന് CPM പറയുന്നു. രാഹുലിന്റെ വെളിപ്പെടുത്തലുകൾ ഈ സാഹചര്യത്തിൽ സ്ഫോടനാത്മകമാണെന്നും നിർണായകമാണെന്നും എം എ ബേബി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. BJP ഭരണത്തിന്റെ ഒരു അനുബന്ധത്തെ പോലെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പെരുമാറുന്നത് എന്നാണ് എം എ ബേബി പറയുന്നത്. BLOമാരുടെ യോഗം നേരത്തെ വിളിച്ചിരുന്നു. 2 ദിവസമെങ്കിലും താമസിച്ചവരെയൊക്കെ തന്നെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെടുത്താനാണ് BLOമാർക്ക് കമ്മീഷൻ നിർദ്ദേശം നൽകുന്നത്. ഒരു ഭാഗത്ത് ആളുകളെ ഒഴിവാക്കാൻ കമ്മീഷൻ താല്പര്യം കാണിക്കുമ്പോൾ മറുഭാഗത്ത് ഇത്തരത്തിൽ 2 ദിവസം മാത്രം താമസിച്ചവരെ തന്നെ ഉൾപ്പെടുത്താൻ കമ്മീഷൻ താല്പര്യം കാണിക്കുന്നു. ഇതൊക്കെ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ തൃശ്ശൂരിൽ കൂടി നടന്നതായ വിവരമുണ്ടെന്ന് എം എ ബേബി പറയുന്നു. 30,000-ലധികം വോട്ടുകളെ തൃശ്ശൂരിൽ ചേർത്തിട്ടുണ്ടെന്നും ഈ ആരോപണങ്ങൾക്ക് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം നൽകണമെന്നും പറയുന്നു. എന്തായാലും രാഹുൽ ഗാന്ധിയെ ഇന്ത്യ സഖ്യത്തിലെ സഖ്യകക്ഷിയായ CPM പിന്തുണച്ച് രംഗത്തെത്തുകയാണ്. തൃശ്ശൂരിലെ വിഷയത്തിലും എം എ ബേബി കാര്യമായ അന്വേഷണവും നടപടിയും ആവശ്യപ്പെടുന്നു. നടരാജ് പരശുറാമാണ് വിവരങ്ങൾ നൽകിയത്.